വെൽക്കം ടു ബ്ലിസ്റ്റിൽ ക്രിയേറ്റ്സ്. ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇന്നൊരു മിനി സ്റ്റഡി വ്ലോഗാണ്. ആൻഡ് ദിസ് ഇസ് ദ ഫസ്റ്റ് വീഡിയോ ഐ അപ്ലോഡ്. ഷോർട്സ് ഒത്തിരി ഇട്ടിട്ടുണ്ടെങ്കിലും വീഡിയോ അങ്ങനെ ഇടാത്തതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ച് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഫസ്റ്റ് സ്റ്റഡി വ്ലോഗ് ആയതുകൊണ്ട് തന്നെ ഞാൻ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന 3 കുഞ്ഞു ടിപ്സും കൂടെ പറഞ്ഞുതരാൻ വിചാരിച്ചു. കുഞ്ഞു ടിപ്സ് ആണെങ്കിലും നിങ്ങൾ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ളൊരു ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് ഉണ്ടാവും. പിന്നെ ഇപ്പോൾ റമദാൻ ആയതുകൊണ്ട് തന്നെ പഠിക്കാൻ യാതൊരു ഇൻട്രസ്റ്റും ഇല്ല. പിന്നെ പരീക്ഷ എഴുതണമല്ലോ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ മനസ്സിൽ ഞാൻ തന്നെ കെട്ടിയിട്ട് ഇവിടെ ഇരുത്തിക്കുകയാണ്. ഈ ബുക്കിലെ കുത്തിവരകളൊന്നും നോക്കണ്ട, അതെല്ലാം എൻ്റെ അനിയത്തിൻ്റെ പരിപാടിയാണ്. രാത്രി ഞങ്ങൾ ഒപ്പരം ഇരുന്നിട്ടാണ് ക്ലാസ് കാണല്. അതുകൊണ്ട് തന്നെ ഈ ബുക്കിൽ നിറച്ച് അവളുടെ കലാവിരുദ്ധകളാണ്. എനിക്ക് അടുത്തത് മാത്സ് എക്സാം ആയതുകൊണ്ട് തന്നെ മാത്സിൻ്റെ സ്റ്റഡി വ്ലോഗാണ്. ഫിസിക്സ്, അറബി, ഇംഗ്ലീഷ് എന്നീ സബ്ജക്റ്റിൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആ എക്സാംസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയാം. അപ്പം നമുക്ക് ഞാൻ പറഞ്ഞ ടിപ്സിലേക്ക് കിടക്കാം. ടിപ്പ് നമ്പർ 1, ഒരു മെയിൻ ഗോൾ ഉണ്ടാക്കുകയും ആ മെയിൻ ഗോളിനെ 3-4 സബ് ഗോൾസ് ആക്കി കൺവേർട്ട് ചെയ്യുകയും ചെയ്യണം. അതായത് എൻ്റെ ഇന്നത്തെ മെയിൻ ഗോൾ ഫുൾ ചാപ്റ്റർ ഒന്ന് റിവൈസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഓരോ ചാപ്റ്ററിനും ഓരോ ടൈം കൊടുത്തിട്ട് നമ്മളൊന്ന് ലിസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത് ടിക്ക് ചെയ്ത് അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ആ മെയിൻ ഗോൾ ടിക്ക് ചെയ്യണം. റിമെമ്പർ ദാറ്റ് ദ മെയിൻ ഗോൾ വാസ് എ ട്രഷർ. അങ്ങനെ നിങ്ങളൊരു മത്സരം വെച്ചിട്ട് വേണം അത് പഠിക്കാൻ. ആൻഡ് ടിപ്പ് നമ്പർ 2, ഓരോ സ്റ്റിക്കി നോട്ടിലോ അല്ലെങ്കിൽ A4 നിങ്ങൾക്ക് എത്ര ചാപ്റ്റർ ഉണ്ടോ ആ രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ട് ചാപ്റ്റർ നെയിം എഴുതിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് എഴുതി വെക്കുക. എനിക്ക് പഠിക്കാനുള്ള പ്രിസം എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഓരോ ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻസും സ്റ്റിക്കി നോട്ടിൽ എഴുതി വെക്കുകയാണ്. എന്നിട്ട് അത് ഞാൻ എൻ്റെ മിസ്റ്റേക്ക് ബുക്കിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കും. ആൻഡ് മിസ്റ്റേക്ക് ബുക്ക് എന്താണെന്നും അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളതും ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിരുന്നു. നിങ്ങളത് കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പോൾ കാണാത്തവർ ഷോർട്സ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സാം ഹാളിലേക്ക് കയറുന്നതിന് മുൻപ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം നോട്ട് ചെയ്തത് വായിക്കാൻ പറ്റിയിട്ടുള്ളൊരു ബുക്ക്. ആൻഡ് ടിപ്പ് നമ്പർ 3, ഇതാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കുക. ആൻഡ് ഞാൻ 9th ആയതുകൊണ്ടും എൻ്റെ സിലബസ് മാറിയതുകൊണ്ടും എനിക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നുമില്ല. പിന്നെ നമുക്ക് സൈൽ വെച്ച് പോട്ടൊക്കെയുള്ളതുകൊണ്ട് ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ടല്ലോ. അവർ പ്രൊവൈഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഇരുന്ന് ചെയ്താൽ മതിയല്ലോ. നിങ്ങൾ ഈ കൂട്ടത്തിൽ ഏത് ചാനലാണ് കാണുന്നതെന്ന് കമൻ്റ് ആക്കാൻ മറക്കണ്ട. എൻ്റെ കഴിഞ്ഞ എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് എല്ലാവരും ഓക്കെ ആയിരുന്നു. ഈസി അല്ല എന്നാൽ വലിയ ടഫും അല്ല. പിന്നെ കൂട്ടത്തിൽ ഏറ്റവും സുഖം ഏതായിരുന്നു ചോദിച്ചാൽ അത് ഫിസിക്സ് ആണ്. വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് ലാംഗ്വേജസ് ഒക്കെ കുറച്ച് ടഫാണ്. ആൻഡ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബും ഒന്നും മറക്കണ്ട.